സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന ദൈവവചന ധ്യാന ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു വചനം വായിക്കുന്നു. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 7 വാക്യം 37. അവൻ അഥവാ യേശു സകലവും നന്നായി ചെയ്തു, ചെകിടരെ കേൾക്കുമാറാക്കുന്നു, ഊമരെ സംസാരിക്കുമാറാക്കുന്നു എന്ന് പറഞ്ഞ് അത്യന്തം വിസ്മയിച്ചു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട മർക്കോസ് എഴുതിയ സുവിശേഷം 7 അധ്യായം 37 വാക്യത്തിൽ യേശുവിൻ്റെ പ്രവൃത്തികളെ അഥവാ ദൈവപ്രവൃത്തികളെ കണ്ടും കേട്ടും അനുഭവിച്ചും ആസ്വദിച്ചും ഒരു കൂട്ടം അഥവാ ഒരു സമൂഹം യേശുവിൻ്റെ പ്രവൃത്തികളിൽ വിസ്മയിക്കുന്നതിനെക്കുറിച്ചാണ് വായിച്ചു കേൾക്കുവാനിടയായത്. യേശു ഒരിക്കൽ സോരിൻ്റെ അഥവാ സോര് എന്ന പ്രദേശത്തിൻ്റെ അതിർഭാഗത്തുള്ള സീദോൻ വഴിയായി ദക്കപ്പൊലി ദേശത്തിൻ്റെ നടുവിൽ കൂടി ഗലീല കടൽപ്പുറത്ത് വരുവാൻ ഇടയായി. അവിടെ വന്ന യേശുവിൻ്റെ മുന്നിൽ ചിലർ വിക്കനായ ഒരു ചെകിടനെ അഥവാ വിക്കുള്ള മനുഷ്യനായിരിക്കുമ്പോൾ തന്നെ അവൻ ചെകിടനുമായിരുന്നു കൊണ്ടുവന്നിട്ട് അവൻ്റെ മേലൊന്ന് കൈവയ്ക്കുവാൻ ജനങ്ങൾ അപേക്ഷിക്കുകയാണ്. യേശു അവിടെ വിചിത്രമായ ഒരു കാര്യം ചെയ്യുന്നതായി നാം കാണുന്നു. അവർ പറഞ്ഞത് കേട്ട് അവൻ്റെ മേൽ കൈവയ്ക്കുകയല്ല യേശു ചെയ്തത്. പ്രത്യുത അവനെ പുരുഷാരത്തിൽ നിന്നും വേറിട്ട് കൊണ്ടുപോയി അഥവാ മാറ്റി നിർത്തി അവൻ്റെ ചെവിയിൽ വിരലിട്ട് തുപ്പി അവൻ്റെ നാവിനെ തൊട്ടു സ്വർഗത്തേക്ക് നോക്കി നെടുവീർപ്പിട്ട് തുറന്നു വരിക എന്നർത്ഥമുള്ള എഫാഥ എന്ന് പറഞ്ഞു. ഉടനെ അവന് വിടുതലുണ്ടായി. ഉടനെ അവന് സൗഖ്യമുണ്ടായി. അവൻ്റെ നാവിൻ്റെ കെട്ടഴിഞ്ഞു, അവൻ്റെ ചെവി തുറന്നു. അവൻ കേൾക്കുവാനും സംസാരിക്കുവാനും തുടങ്ങി. ഇത് കണ്ട് ജനങ്ങൾ ആശ്ചര്യപ്പെടുകയാണ്, വിസ്മയിക്കുകയാണ്. അവർ പറയുകയാണ്, യേശു സകലവും നന്നായി ചെയ്തു. നമുക്ക് ചെയ്യുവാനുള്ള ചില പ്രവൃത്തികൾ ഉണ്ട്. അത് വ്യക്തിപരമായി നാം ഓരോരുത്തരും ചെയ്തു തീർക്കേണ്ട പ്രവൃത്തികളാണ്. അത് നമ്മുടെ ഭവനത്തിലുണ്ടാകാം, അത് നമ്മുടെ ജോലിസ്ഥലത്തുണ്ടാകാം, അത് നമ്മുടെ അധികാരത്തിന് കീഴിലുള്ള അഥവാ നമ്മുടെ പരിധിയിൽ വരുന്ന നമ്മുടെ സമൂഹത്തിലൊക്കെ നമ്മുടെ കടമകൾ, ഉത്തരവാദിത്തങ്ങൾ, നമ്മുടെ ബാധ്യതകൾ, ഇതൊക്കെ വീക്ഷിക്കുന്ന ഒരു സമൂഹം എപ്പോഴും നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെ യേശുവിൻ്റെ പ്രവൃത്തികളെ വീക്ഷിക്കുന്ന ഒരു സമൂഹം യേശുവിൽ നിന്ന് കാണുന്നത് അവൻ അഥവാ യേശു സകലവും നന്നായി ചെയ്തു എന്നുള്ളതാണ്. നമ്മിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമകളും കർത്തവ്യങ്ങളും നന്നായി ചെയ്യുവാൻ നമുക്ക് നമ്മെ സമർപ്പിക്കാം. കാരണം പ്രതിഫലം ദൈവം ഒരുക്കുന്നുണ്ട്. ഓരോ മനുഷ്യനും അവനവൻ്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുന്ന സർവശക്തനായ ദൈവം നമ്മുടെ ഓരോ പ്രവൃത്തികളും കാണുന്നു, അറിയുന്നു, ഗ്രഹിക്കുന്നു, മനസ്സിലാക്കുന്നു. അതിന് തക്കവണ്ണം പ്രതിഫലം നൽകുവാൻ ദൈവം ഒരുങ്ങിയിരിക്കുകയും ചെയ്യുന്നു.
അതെ, യേശുവിനെക്കുറിച്ച് ഇവിടെ ജനം അവൻ സകലവും നന്നായി ചെയ്തുവെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ഇന്ന് പോൽക്കാലം നമ്മുടെ കടമകൾ, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, നമ്മുടെ മുമ്പിൽ ചെയ്യുവാൻ ദൈവം തന്നിരിക്കുന്ന ഓരോ പ്രവൃത്തികളും നന്നായി ചെയ്യാനുള്ള കൃപ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ആമേൻ, ആമേൻ. രാവിലെ തോറും നിന്ദയെയും രാത്രി തോറും നിൻ വിശ്വസ്തതയും, രാവിലെ തോറും നിന്ദയെയും രാത്രി തോറും നിൻ വിശ്വസ്തതയും, വർണ്ണിച്ചാലും മതി വരില്ല അത്ഭുതം അത്ഭുതമേ, വർണ്ണിച്ചാലും മതി വരില്ല അത്ഭുതം അത്ഭുതമേ. മനമേ വാഴ്ത്തിടാം, മനമേ ആത്തിടാം, എന്നേക്കുമുള്ളതാം ദൈവത്തിൻ്റെ എന്നാളും വാഴ്ത്തിടാം. മനമേ വാഴ്ത്തിടാം, മനമേ ആത്തിടാം, എന്നേക്കുമുള്ളതാം ദൈവ